അർപ്പിത പാർട്ടി 8. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അതിനിടയിൽ തന്നെ ഐഷുവും അഖിലും അപ്പും ഒരുപാട് അടുത്തു. അവർ മൂന്നുപേരും ഇപ്പോൾ ഒന്നിച്ചാണ് ഓഫീസിൽ പോകുന്നതും വരുന്നതും. സിദ്ധു അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്ന് പോലും അവർ മൂന്നുപേരും പരിഗണിക്കാറ് പോലുമില്ല. എന്തെങ്കിലും ആവശ്യത്തിന് സിദ്ധു ഓഫീസിൽ വരുമെങ്കിലും അവരാരും സിദ്ധുവിനെ കണ്ടതായി പോലും ഭാവിക്കില്ല. ഈ കാലയളവിൽ തന്നെ സിദ്ധുവിൽ നിന്നും ഇവർ മൂന്നുപേരും അകന്നിരുന്നു. ഒരു പരിധിവരെ അത് മേഘനയ്ക്കൊരു ആശ്വാസം തന്നെയായിരുന്നു. എന്നാൽ ഇതിനിടയിൽ തന്നെ മാധവ് കണ്ടെത്തിയിരുന്നു അന്ന് അപ്പുവിനെയും ഐഷുവിനെയും ഫോളോ ചെയ്തു വന്നത് ആരാണെന്ന്. അത് മറ്റാരുമല്ല, അപ്പുവിൻ്റെ അമ്മ വീട്ടുകാരാണെന്ന് അറിഞ്ഞതും അയാൾക്കൊരു സമാധാനമായി. അവരെ അപകടപ്പെടുത്താനൊത്തുമല്ലല്ലോ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ ആ ഒരു വിശ്വാസം വളരെ നേരത്തേക്കൊന്നുമില്ലായിരുന്നു. അവർക്കെതിരെ ഉണ്ടായ ഒരാക്രമണത്തോടുകൂടി അത് ഉറപ്പായി. അവളുടെ അച്ഛനും അമ്മയും ഭയന്നതുപോലെ അവൾക്ക് ചുറ്റും ശത്രുക്കൾ ഇപ്പോഴുമുണ്ട് എന്ന്. പക്ഷേ അത് ആരാണെന്ന് ഇപ്പോഴും അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ചതുപോലെ സിദ്ധുവിൻ്റെ കയ്യിൽ അപ്പുവിനെ ഏൽപ്പിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവനേക്കാൾ കരുത്തനായ മറ്റൊരാളുടെ കയ്യിൽ അവളെ ഏൽപ്പിക്കണമെന്ന് മാധവ് ഉറപ്പിച്ചിരുന്നു. മനസ്സിൽ കുറെ കണക്കുകൂട്ടലുകളുമായി മാധവ് തൻ്റെ കയ്യിലിരുന്ന ഫോൺ എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്നും അജന്തൻ എന്ന പേരെഴുതിയ കോണ്ടാക്റ്റിലേക്ക് കോൾ ചെയ്തു. കുറേ വർഷങ്ങളായി താൻ അവനുമായിട്ടുള്ള കൂട്ട് വിട്ടിട്ട് ഇനി ഒന്നുകൂടി ആ ഫ്രണ്ട്ഷിപ്പ് ഒന്ന് പുതുക്കി അതിനൊപ്പം തന്നെ താൻ മനസ്സിൽ കരുതുന്ന കാര്യങ്ങൾ കൂടി നടത്തിയെടുക്കണം. കോൾ എടുത്തതും ഹലോ ഞാൻ മനസ്സിലായി. എന്ത് പറ്റി ഇപ്പോൾ വിളിക്കാൻ? എന്തേ, ഞാൻ ജീവനോടിരിപ്പുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയോ? എടാ അങ്ങനല്ല, ബിസിനസ്സിൽ കുറച്ച് തിരക്കും കാര്യങ്ങളുമായി പോയി, അതുകൊണ്ടാണ് നീയായിട്ട് കോണ്ടാക്റ്റ് വിട്ടുപോയത്. അതിരിക്കട്ടെ, ഇപ്പോഴെന്താ വിളിച്ചത്? അതെടാ, ഈ മാസം അവസാനം എൻ്റെ മകൻ്റെ വിവാഹമാണ്. നീയും നിൻ്റെ കുടുംബവും എല്ലാവരും എത്തണം. അവിടം വരെ വന്ന് വിളിക്കാൻ എന്നെ കൊണ്ടാവില്ല. ശാരീരികമായി കുറച്ച് പ്രശ്നങ്ങളുണ്ട്. നിനക്ക് എന്തു പറ്റി? അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. നീ അറിയാത്ത ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നു. ഉറപ്പായിട്ടും നിന്നെ ഞാൻ കാത്തിരിക്കും, നീ വരണം. അത്രയും പറഞ്ഞ് അയാൾ കോൾ കട്ട് ചെയ്തു. മറുഭാഗത്ത് നിന്നുള്ള ആൾ അമ്പരം നിൽക്കും. ഇന്നോളം അവൻ ഇങ്ങനെ തന്നോട് സംസാരിച്ചിട്ടില്ല. തൻ്റെ വിശേഷങ്ങളൊന്നും തന്നെ അവൻ ചോദിച്ചതുമില്ല. എന്തോ എവിടേക്കോ പൊരുത്തക്കേടുകൾ ഉള്ളതായി അയാൾക്ക് തോന്നി. പിന്നെ അയാൾ എന്തും വരട്ടെ, അവൻ വിളിച്ചതല്ലേ, എന്തായാലും ഇത്രയും നാൾക്ക് ശേഷം അവൻ എന്നെ വിളിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കാണുമെന്ന് അജന്തനും മനസ്സിൽ ഉറപ്പിച്ചു. തൻ്റെ ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് ചെന്ന് ഈ മാസം അവസാനം തൻ്റെ കൂട്ടുകാരനായ മാധവൻ്റെ മകൻ്റെ വിവാഹമാണെന്നും ഉറപ്പായി എന്ത് തിരക്കുണ്ടായാലും അന്ന് മാറ്റിവെച്ച് അവിടെ പോകണമെന്നും മക്കളുടെ അടുത്തും ഭാര്യയുടെ അടുത്തും പറഞ്ഞ് തീരുമാനമാക്കിയിരുന്നു. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. മാധവ് ഗ്രൂപ്പ്സിന് ഇപ്പോൾ പുതിയൊരു പ്രോജക്റ്റ് കിട്ടി. അതിൻ്റെ ഭാഗമായി സിദ്ധു ഇപ്പോൾ ഓഫീസിൽ കൃത്യ ടൈമിൽ എത്തുന്നുണ്ട്. വേണ്ടുന്ന ജോലികൾ എല്ലാം കൃത്യമായി ചെയ്യുന്നു. മാധവ് ഇപ്പോൾ വലിയ തോതിലൊന്നും സിദ്ധുവിനെ നിയന്ത്രിക്കാനോ സിദ്ധുവിനോട് സംസാരിക്കാനോ നിൽക്കുന്നില്ല. അത് സിദ്ധുവിന് മനസ്സിലായി. എങ്കിലും അവൻ അത് കാര്യമാക്കിയില്ല. എല്ലാം കലങ്ങി തിളയാൻ പോകുകയല്ലേ എന്നവൻ മനസ്സിൽ കരുതി. സിദ്ധു ക്യാബിൻ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഐഷുവും അപ്പുവും അഖിലും കൂടിയുള്ള പുതിയ പ്രോജക്റ്റിൻ്റെ ഡിസ്കഷനിലാണ്. അവൻ അകത്തേക്ക് ചെന്നതും അവർ മൂവരും അവനെ ഒന്ന് ശ്രദ്ധിച്ച് പിന്നീട് വീണ്ടും ഡിസ്കഷനിലേക്ക് തന്നെ തിരിഞ്ഞു. ഓ, പറയാൻ വിട്ടുപോയി, ഇപ്പോൾ നമ്മുടെ അഖിൽ എൻ്റെ PA അല്ല കേട്ടോ. എന്നെപ്പോലെ തന്നെ ഒരു സ്ഥാനം ഇപ്പോൾ ഈ ഓഫീസിലുണ്ട്. അത് അച്ഛൻ്റെ മാത്രം തീരുമാനമാണ്. അതിനെ എതിർക്കാൻ ഞാനും പോയില്ല. ഞാനും ആഗ്രഹിച്ചിരുന്നു എന്നെപ്പോലെ തന്നെ എൻ്റെ പ്രോജക്റ്റുകൾ എല്ലാം അവൻ്റെ ഐഡിയ പ്രകാരം തന്നെ പോകണമെന്ന്. താനും അവനും ഒരേപോലെ തന്നെ ആയിരിക്കണമെന്നും ഒരു വ്യത്യാസം ഉണ്ടാകരുതെന്നും. അതെന്തായാലും മനസ്സിലാക്കിയതുപോലെ തന്നെ അച്ഛൻ അവന് ഓഫീസിൽ നല്ലൊരു പൊസിഷൻ തന്നെ കൊടുത്തു. അവൻ ഒരുപാട് എതിർത്തു എങ്കിലും അമ്മയുടെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം അവൻ അത് ഏറ്റെടുക്കേണ്ടി വന്നു. ഇപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് അവൻ അവിടെ പുതിയ പ്രോജക്റ്റിന് വേണ്ടി അപ്പുവും ഐഷുവും അവനും കൂടി ഭയങ്കരമായ തത്രപ്പാടിലാണ്. എന്തായാലും ഞാനും കൂടെ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. സിദ്ധു അവരുടെ മൂവരുടെ അടുത്തേക്ക് ചെന്നു. അവർ മൂവരും ആ പുതിയ പ്രോജക്റ്റിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്കഷൻ നടക്കുക. എങ്ങനെ പോകുന്നു നമ്മുടെ ന്യൂ പ്രോജക്റ്റ്? സിദ്ധു അവരോടായി ചോദിച്ചു. ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആയി എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും നീ ഒന്ന് റീചെക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി.
അത് നമുക്ക് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം. ശരി, അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു തൻ്റെ സീറ്റിൽ ചെന്നിരുന്ന് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് അതിലേക്ക് മുഴുകി. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ കണ്ണുകൾ അപ്പുവിലേക്ക് പാറി വീഴുന്നതും അഖിൽ ശ്രദ്ധിച്ചിരുന്നു. അഖിൽ ഒരു ചെറു ചിരിയോടെ തന്നെ നോക്കിയിരുന്നു. അഖിലിൻ്റെ ചുണ്ടുകളിലുള്ള ചിരി സിദ്ധുവും കണ്ടു. എന്തെന്നർത്ഥത്തിൽ അവനെ നോക്കിയതും അവൻ കണ്ണുകൊണ്ട് എന്തൊക്കെയോ അവനെ കാട്ടി. അവൻ ഒരു കള്ളച്ചിരിയോടെ തലയാട്ടിയിരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു ജോഡി കണ്ണുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇരുവരും കാട്ടിക്കൂടുന്ന കോപ്രായങ്ങളെല്ലാം ശ്രദ്ധയോടെ വീക്ഷിച്ചിരിക്കുകയായിരുന്നു നമ്മുടെ കുട്ടി ഐഷു. ഐഷു കണ്ടു സിദ്ധു വന്നിടം മുതൽ അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് അപ്പുവിലേക്ക് പാറി വീഴുന്നതും അവളെ കാണുമ്പോൾ അവൻ്റെ ചുണ്ടുകളിലുണ്ടാകുന്ന ചെറുചിരിയും കണ്ണുകൾ വികസിക്കുന്നതും അവളെ സൂക്ഷ്മമായിട്ട് അവളുടെ ഓരോ അണുവിനെയും നോക്കിയിരിക്കുന്നതുമെല്ലാം. പക്ഷേ ഇതെല്ലാം കണ്ട് ഐഷുവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ അഖിലിൻ്റെ അവസ്ഥ മറിച്ചായിരുന്നു. അഖിൽ സിദ്ധുവിൻ്റെ ഈ രീതിയിലുള്ള ഭാവവ്യത്യാസങ്ങളെല്ലാം കണ്ട് ഒരു ചെറു ചിരിയോടെ തന്നെ അവനെ നോക്കിയിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് തുണ്ടയാനയ്ക്ക് ശബ്ദമുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ അപ്പുക്കൊച്ചി ഇതൊന്നും അറിയുന്നില്ല. അവളെ ചുറ്റിപ്പറ്റി ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുന്നതൊന്നും അറിയാതെ അവൾക്ക് കിട്ടിയ ജോലി നല്ല കൃത്യനിഷ്ഠയോടെ വ്യക്തമായ രീതിയിൽ തന്നെ അവൾ ക്ലിയർ ഔട്ട് ചെയ്ത് എല്ലാ പോയിൻറ്സും വ്യക്തമായി വായിച്ച് മനസ്സിലാക്കി അതിനു വേണ്ടുന്ന ഫൈനൽ റിപ്പോർട്ട്സും തയ്യാറാക്കി അത് നേരെ അഖിലിന് നേരെ നീട്ടിയതും അത്രയും നേരം അപ്പുവിനെ നോക്കിയിരുന്ന സിദ്ധുവിന് ചെറിയൊരു കുശുമ്പ് തോന്നി. കാരണം ഫൈനൽ റിപ്പോർട്ട്സും തയ്യാറാക്കി അവൾ അതും അഖിലിൻ്റെ നേരെ കാട്ടുന്നത് കണ്ട് അവൻ്റെ മുഖം ഒന്ന് ഇരുണ്ടത് കണ്ടതും അഖിൽ പറഞ്ഞു, എൻ്റെ പൊന്നപ്പു, ഇത്രയും നേരം നിൻ്റെ കൂടെ ഇരുന്ന് തല പുകച്ചതല്ലേ ഞാനും. അതുകൊണ്ട് നീ ഇതാ അതങ്ങ് സിദ്ധുവിൻ്റെ നേരെ കൊടു. കുറച്ച് ദിവസമായി അവൻ ചുറ്റിക്കറങ്ങി അടക്കമല്ലേ, ഇനിയെങ്കിലും ആ തലയൊന്ന് പുകയട്ടെ, നീ അത് അങ്ങോട്ട് കൊടു. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ്. അപ്പു, സാർ എങ്ങോട്ട് വന്നു? എനിക്ക് വല്ലാതെ വിശക്കുന്നു, ഞാൻ ക്യാൻറ്റീനിൽ കാണും, നിങ്ങൾ അങ്ങോട്ട് വന്നേക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റതും ഐഷുവിനെയും വലിച്ചുകൊണ്ട് അവൻ ക്യാൻറ്റീനിലേക്ക് പോയി. സിദ്ധു ഐഷുവും ക്യാബിൻ വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നതിനെ നോക്കി നിന്ന അപ്പു ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഫയൽ സിദ്ധുവിന് നേരെ നീട്ടി. സിദ്ധു എന്തെന്നർത്ഥത്തിൽ നോക്കി, നമ്മുടെ ന്യൂ പ്രൊജക്റ്റിൻ്റെ ഫയൽ റിപ്പോർട്ട്സ് ആണ് സാർ, എല്ലാം ഒന്ന് ക്ലിയറായി ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിലും പറഞ്ഞാൽ മതി, ഞാനത് തിരുത്താം. പിന്നെ സാറിന് എന്തെങ്കിലും ഡൗട്ട്സ് ഞാൻ ഈ എഴുതി വച്ചേക്കുന്ന പോയിൻറ്റ്സിലുണ്ടെങ്കിൽ സാർ എന്നെ വിളിച്ചാൽ മതി. അത്രയും പറഞ്ഞ് അവൾ അവിടെ നിന്ന് തിരിഞ്ഞ് നടക്കാനൊരുങ്ങിയതും താനെങ്ങോട്ടാ? അത് സാർ, ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല, രാവിലെയും ഒന്നും കഴിക്കാതെ വന്നേ. ഈ പ്രോജക്റ്റുമായി കുറച്ച് ദിവസം കൊണ്ട് വളരെ ബിസിയാണ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണമെന്ന് തന്നെയായിരുന്നു. ഇപ്പോഴിതിൻ്റെ ഫൈനൽ റിപ്പോർട്ട്സും സാറിന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം. ഇനി എന്തെങ്കിലും ഒന്ന് കഴിക്കണം, അതുകൊണ്ട് ഞാൻ ക്യാൻറ്റീനിലേക്ക്. ഓക്കെ, യു മേ ഗോ. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഓക്കെ സർ. അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും ഒന്നാഞ്ഞു ശ്വാസം എടുത്തു. ഇങ്ങേരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വളരെ പാടാ. എനിക്ക് ഇങ്ങനെ പേടിയാന്ന് അറിഞ്ഞു വെച്ചോണ്ട് ഈ അഖിലേട്ടനും ഐഷു എന്നെ അവിടെ തന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. രണ്ടെണ്ണത്തിന് ഞാൻ കൊടുക്കുന്നുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവൾ ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് നടന്നു. എന്നാൽ അപ്പു ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ക്യാൻറ്റീൻ ലക്ഷ്യം വെച്ച് പോയ രണ്ട് കൂട്ടരുണ്ടല്ലോ, അവർ ക്യാൻറ്റീനിൽ എത്തുന്നതിന് മുമ്പ് ഒരു ഇടനാഴിയുണ്ട്. അങ്ങോട്ട് പ്രവേശിച്ചതും ഐഷു ഒന്ന് നിന്നുകൊണ്ട് മുന്നോട്ടും പിന്നോട്ടുമൊക്കെ നോക്കി ചുറ്റും ആരുമില്ലെന്ന് മനസ്സിലായതും അഖിലിനെയും വലിച്ചുകൊണ്ട് കുറച്ചപ്പുറത്തോട്ട് മാറി നീങ്ങി നിന്നു. ഐഷു, നീ എന്തായി ചെയ്യുന്നേ? അവൻ അല്പം വെപ്രാളത്തോടെ ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, ഞാനിനി ചെയ്യാൻ പോകുന്നതേ ഉള്ളല്ലോ. ഐഷു, ഡോണ്ട് ഡു. നമ്മളിപ്പം പരസ്പരം അറിഞ്ഞ് പ്രണയിക്കാൻ തുടങ്ങിയല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല? നീ എന്നെ കിസ്സടിക്കാനല്ലേ ഈ മൂലക്കോട്ട് പിടിച്ചോണ്ട്? ആച്ചാ, ഈ മാത കണ്ടിട്ട് കിസ് ആച്ചാലും മതി, ഞാൻ അതിനൊന്നുമല്ല പിടിച്ചോണ്ട് വന്ന. പിന്നെ എന്തിന്? അവൻ അല്പം നിരാശയോടെ അവളോട് ചോദിച്ചു. അല്ല, ക്യാൻറ്റീനിൽ പോരുന്നതിന് മുമ്പ് ക്യാബിൽ എന്തായിരുന്നു? ബോസും ബോസിൻ്റെ പിയെയും കൂടി കണ്ണും കണ്ടു ഏതാണ്ടൊക്കെ പറയുന്നത് കേട്ടല്ല. കണ്ണും കണ്ടു? ഞാനോ? അയ്യോ, ഞാനോ എന്ന് ചോദിക്കാനല്ല, നിങ്ങളെന്തോ സിദ്ധു സാറിന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും സിദ്ധു സാർ അപ്പുവിനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നതും അവളെ കാണുമ്പോൾ മാത്രം അങ്ങേരുടെ ചുണ്ടി വിരുന്ന ചിരിയും
ഒരു കള്ളനോട്ടവും ആരും കാണുന്നില്ലെന്ന് കണ്ടുകൊണ്ട് അപ്പൂവിനെ ഉള്ള ചൂഴ്ഞ്ഞു നോക്കുന്നതും എടുക്കുന്നതും അത് കണ്ടിട്ട് അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഒരു ഇളിച്ച ചിരിയും കാട്ടി അയാളെ കണ്ണുകൊണ്ട് കോഷ്ടിയും കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് നാണമില്ലേ? അതൊക്കെ പോട്ടെ, നിങ്ങളുടെ കൂട്ടുകാരനല്ലേ, അയാളുടെ നിശ്ചയം കഴിഞ്ഞില്ലേ? ഒരു പെണ്ണിനെ വാഗ്ദാനം നൽകി നിശ്ചയം നടത്തി ഇനി ഒരു മാസത്തിനുള്ളിൽ കല്യാണം ഉറപ്പിച്ച് വെച്ചിട്ട് വേറൊരു പെണ്ണിൻ്റെ ശരീരത്തിൽ നോക്കിയിരിക്കുന്ന ശരിയാണോ? അതുമാത്രമല്ല, നിങ്ങൾ നാഴിക്ക് 40 വട്ടം പറയല അപ്പു എനിക്ക് ജനിക്കാതെ പോയി എൻ്റെ പെങ്ങളാണ്, അപ്പു അതാണ്, ചേനയാണ്, ആനയാണ്, എന്നെക്കാട്ടി ഇഷ്ടം അപ്പൂനെയാണ്. എന്നിട്ട് അയാൾ ചൂഴ്ന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാനൊന്നുമില്ല. അതുമാത്രമല്ല, അങ്ങേര് ചൂഴ്ന്ന് നോക്കിയപ്പോൾ അതിന് ഫുൾ സപ്പോർട്ടായി ഇരുന്ന് ഇളിക്കുന്നുണ്ടല്ലോ. ആയിഷു ഉയർന്നു വന്ന ദേഷ്യത്തോട് തന്നെ അഖിലിനോട് പറഞ്ഞു. അഖിൽ അപ്പോൾ ഒരു കൂസലില്ലാതെ അതിനൊന്നോ കല്യാണം ഉറപ്പിച്ച അങ്ങേരല്ലേ? കല്യാണം ഉറപ്പിച്ചെന്നും പറഞ്ഞ് പെൺപിള്ളേരെ നോക്കിക്കൂടാന്നുണ്ടോ? കല്യാണം ഉറപ്പിച്ചെന്നല്ലേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞില്ലല്ലോ. എടോ മനുഷ്യ, നിങ്ങളും ഇതുപോലാന്നോ? എനിക്കിപ്പം വേണം ബ്രേക്കപ്പ്, വേറെ കാര്യമൊന്നുമില്ല. എൻ്റെ പൊന്നൈഷു, ഞാൻ പറയുന്നത് സമാധാനത്തെ നീ ഒന്ന് കേൾക്ക്. എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അത്രയും പറഞ്ഞുകൊണ്ട് ഐഷു അഖിലും നേരെ തിരിഞ്ഞു. ഐഷുവും അഖിലും കുറേ നേരം സംസാരിച്ചതിന് ശേഷം ഇത് നമ്മൾ രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കണം. കാരണം മനസ്സിലായല്ലോ നിന്നോട് പറഞ്ഞത്? മനസ്സിലായി എന്ന രീതിയിൽ ഗൗരവത്തിൽ തന്നെ ഐഷു ഒന്ന് മൂളി. അതിനുശേഷം രണ്ടുപേരും ക്യാൻറ്റീനിലേക്ക് നടന്ന് ക്യാൻറ്റീനിൽ ചെന്ന് ഇരുന്ന് ഫുഡും ഓർഡർ ചെയ്ത് ഫുഡിനായി കാത്തിരുന്നതും അപ്പുവും അവർക്ക് അടുത്തേക്ക് എത്തി. അപ്പുവിൻ്റെ മുഖം ഒരു കൊട്ടയുണ്ടായിരുന്നു. എന്താണ് എൻ്റെ അപ്പുക്കുട്ടിയുടെ മുഖം ഇത്ര വീർത്തിരിക്കുന്നത്? അഖിലേട്ടൻ എന്നോട് മിണ്ടണ്ട. എന്താണ് കണ്ണാ, ഞാൻ നിന്നോടൊന്നും ചെയ്തില്ലല്ലോ. എന്നോടൊന്നും ചെയ്തില്ലേ? പിന്നെ ആ കടുവയുടെ മുമ്പിൽ എന്നെ ഇട്ട് കൊടുത്തിട്ട് പോരുന്നവൻ പറയാഞ്ഞിട്ട് ആരടി കടുവ? അത്രയും പറഞ്ഞുകൊണ്ട് സിദ്ധു അവർക്ക് അടുത്തേക്ക് വന്നു. അതും കൂടി ആയപ്പോൾ അപ്പു തീരുമാനമായ രീതിയിൽ അപ്പു തലയും കുനിച്ചിരുന്നു. ആയിഷു ഇത് രണ്ടും കണ്ട് ചിരിച്ചുകൊണ്ടേയിരുന്നു. ആയിഷുവിൻ്റെ മുഖത്ത് തെളിച്ചം കണ്ടതും സിദ്ധുവിന് മനസ്സിലായി അഖിൽ എല്ലാ കാര്യങ്ങളും ആയിഷുവിനോട് പറഞ്ഞു എന്ന്. കാരണം താൻ കണ്ടിരുന്നു. ക്യാബിനിലിരുന്നപ്പോൾ അപ്പുവിനെ താൻ നോക്കുന്നത് അവൾ കണ്ടതും അവളുടെ മുഖം ദേഷ്യത്താൽ ഇരുണ്ടു കൂടുന്നതുമൊക്കെ. സിദ്ധു അവർ 3 പേരും ഇരിക്കുന്ന ടേബിളിൻ്റെ അടുത്തേക്ക് ചെന്ന് അപ്പുവിൻ്റെ തൊട്ടടുത്തുള്ള ചെയറിൽ തന്നെ ഇരുന്നു. അപ്പോഴേക്കും അവർ ഓർഡർ ചെയ്ത ഫുഡ് കൊണ്ടുവന്നു. ഫുഡ് കഴിക്കാൻ ഇന്ന് അപ്പുവിൻ്റെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു കൊണ്ട് അവൾക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ അവളോടായി, നീ എനിക്കിട്ട പേരിഷ്ടപ്പെട്ടു കേട്ടോ. അത്ര ആർദ്രമായി അവൻ ഇന്നോളം അവളോട് സംസാരിച്ചിട്ടില്ല. അവൾ തല ചരിച്ച് അവനെ നോക്കിയതും അവനൊന്ന് കണ്ണിറുക്കി അവളെ കാട്ടി. അവൾക്ക് എന്തെന്നില്ലാതെ വെപ്രാളും പരവേശവും തോന്നി. അവൾ മുഖം വെട്ടിച്ച് ഫുഡിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഫുഡ് വാരി കഴിച്ച് എഴുന്നേറ്റ് പോയി. ഇവർ രണ്ടുപേരുടെയും ഈ കോപ്രായങ്ങളെല്ലാം കണ്ടുകൊണ്ട് അഖിലും ആയിഷുവും നോക്കിയിരുന്നു. ഇത് കണ്ട് ആയിഷുവിൻ്റെ മുഖത്തൊരു ചിരിയുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയെന്നത് കണ്ടതും ആയിഷു സിദ്ധുവിൻ്റെ അഖിലിനെ നേരെ തിരിഞ്ഞുകൊണ്ട്, നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്നത് പോലൊക്കെ നടക്കുമോ? അപ്പുവിൻ്റെ ജീവൻ വെച്ചുള്ള കളി അതിനൊട്ടും ഞാൻ സമ്മതിക്കത്തില്ല. എങ്കിലും അവളുടെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ സമ്മതം മൂളിയേക്കുന്നത്. നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ഞാനുണ്ട്. പക്ഷേ ഒരു പക്ഷയുടെ ആവശ്യമില്ല ഐഷു, നീ പേടിക്കുന്നത് കൂട്ടൊന്നുമില്ല. പ്ലാൻ ചെയ്തേക്കുന്ന ഈ സിദ്ധാർത്ഥ, അതുകൊണ്ട് ഒരു കടുകണ പോലും വ്യത്യാസമില്ലാതെ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യും. അതുകൊണ്ട് നീ അന്ന് ഒരുങ്ങി അങ്ങ് എത്തിയാൽ മതി. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ തന്നെ കടന്നുപോയി. ഇതിനിടയിൽ തന്നെ സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ഒഴിയാൻ പറ്റാത്ത ബന്ധുക്കളെ മാത്രം വിവരം അറിയിച്ചിരുന്നു. എന്നാൽ മേഘ്നയുടെ വീട്ടിൽ നേരെ വിപരീതമായിരുന്നു. അവർ എല്ലാ ബന്ധുക്കളെയും അവരുടെ ബിസിനസ് പാർട്ട്നേഴ്സിനെയും എല്ലാവരെയും തന്നെ വിവരം അറിയിച്ചു. തങ്ങൾ മാധവ് ഗ്രൂപ്പ്സിൻ്റെ MD ആയ മാധവിൻ്റെ ഒരേ ഒരു മകൻ സിദ്ധാർത്ഥിനെയാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. തങ്ങളുടെ മകൾക്ക് കിട്ടിയ സൗഭാഗ്യത്തെക്കുറിച്ച് വാനോളം അവർ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരുന്നു. നാളെയാണ് സിദ്ധാർത്ഥിൻ്റെയും മേഘ്നയുടെയും വിവാഹം. അതേ ദിവസം മേഘ്നയുടെ വീട്ടിൽ എല്ലാവരും മദ്യസേവയിലാണ്. മേഘ്നയും ഉണ്ട് അവർക്കൊപ്പം. അച്ഛനും മകളും വളരെ സന്തോഷത്തിലാണ്. നിങ്ങൾ ഈ പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുമോ? ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 4 വർഷത്തിന് മേളിലായി ഞങ്ങൾ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് നാളെ ഫൈനലാണ്. നാളെ കൊണ്ട് എല്ലാത്തിനും ഒരു തീർപ്പാകും.
അവർ എല്ലാവരും ആർത്തു ചിരിച്ചു. മേഘ്ന പുച്ഛത്തോടെ എല്ലാവരെയും ഒന്ന് നോക്കിയിരുന്നു. അങ്ങനെ ഇന്നൊരു രാത്രി കഴിഞ്ഞാൽ ഞാൻ സിദ്ധാർത്ഥ് മാധവിൻ്റെ ധർമ്മപത്നി അല്ലേ അച്ഛാ? അവൻ ഒരു പുച്ഛത്തോടെ തന്നെ തൻ്റെ അച്ഛനോട് ചോദിച്ചു. അതെ മോളെ, നാളെ മുതൽ മോൾ സിദ്ധാർത്ഥ് മാധവിൻ്റെ ഭാര്യ. അതുവഴി ഈ മാധവ് ഗ്രൂപ്പ്സ് മൊത്തം എൻ്റെ കാൽച്ചുവട്ടിൽ, അല്ല നീ എൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്ന് വെച്ച് തരണം. മാധവിനെയും സിദ്ധാർത്ഥിനെയും അടക്കം. ആ മാധവ് ഗ്രൂപ്പ്സ് മൊത്തം എൻ്റെ കാൽച്ചുവട്ടിൽ. ഞാൻ വിരൽ ഞൊടിക്കുന്നതനുസരിച്ച് അനങ്ങുന്ന പാവയായി മാറണം അവർ രണ്ടുപേരും. ഇതുവഴി നമ്മുടെ കൈകളിലെത്തുന്ന കോടികളുടെ ബിസിനസ്, അതുമാത്രമല്ല കോടികൾ തന്നെയായിരിക്കും. നമുക്ക് ഇനിയുള്ള ജീവിതം സുഖിച്ചങ്ങ് ജീവിക്കാം. മേഘ്നയും അവളുടെ അച്ഛനും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സിദ്ധാർത്ഥ് മാധവിൻ്റെ ഭാര്യയാകാൻ സാധിക്കുമോ? അവർ മനക്കോട്ട കെട്ടുന്നത് പോലെ സിദ്ധാർത്ഥിനെ ഞൊടിക്കുന്ന പാവയാക്കാൻ സാധിക്കുമോ? എല്ലാം നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ബായ്.